ശരിക്കും അവർ ആ ടൈമിങ്ങിന് എത്തിയത് വളരെ ഭാഗ്യം. അല്ലെങ്കിൽ നമ്മൾക്ക് അറിയാൻ പോലെ എന്തൊക്കെയോ ചെയ്യും, പെട്ടെന്ന് എടുത്ത് വാറ്റിയെ പിടിക്കുകയൊക്കെ ചെയ്ത് വളരെ മോശാവസ്ഥയാവുമായിരുന്നു. വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് റോഡിൽ കിടന്ന യുവാവിന് അവിടെ വെച്ച് തന്നെ അടിയന്തര ചികിത്സ നൽകിയിരിക്കുകയാണ് ഡോക്ടർമാർ. വണ്ടി ഒതുക്കിയപ്പോഴത്തേക്കും മനസ്സിലായി ഒരു മേജർ ആക്സിഡന്റ് ആണെന്ന് മനസ്സിലായി. കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോതൊറാസിക് വാസ്കുലർ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഡോക്ടർ മനൂപ്. അങ്ങനെ പരിചയപ്പെട്ടു. അപ്പോൾ സാറ് സ്റ്റെബിലൈസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത്. സാറും ഇതുപോലെ തന്നെ കണ്ട് ഞങ്ങൾ മുമ്പേ പോയതാണ്. ഞങ്ങളോട് ചോദിച്ചു ഞങ്ങൾ സ്റ്റാഫാണോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല സാർ ഞങ്ങൾ ഡോക്ടേഴ്സാണെന്ന് പറഞ്ഞപ്പോഴത്തേനും സാറ് പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ആളെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആളെന്തായാലും കിട്ടത്തില്ല, അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നും പറഞ്ഞിട്ടാണ് നേരെ ആ ഒരു ശ്വാസകോശത്തിൻ്റെ ഉള്ളോത്തോട്ടേക്ക് ഒരു സ്ട്രോ വെച്ച് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഒരു സർജിക്കൽ പ്രൊസീജിയറാണ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ആൾക്കാരോട് പറഞ്ഞപ്പോഴത്തേനും ഒരു സാധാരണ റേസറും പേപ്പർ സ്ട്രോ ആണ് കിട്ടിയത്. അത് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ള രീതിക്ക് ചെയ്തു. സാർ എന്തായാലും ഭയങ്കര നല്ല എക്സ്പേർട്ടായിട്ട് അത് ബെയർ ഹാൻഡിൽ തന്നെ ചെയ്തെടുത്ത് കിട്ടി. അപ്പോൾ തന്നെ പേപ്പർ സ്ട്രോ ആയതുകൊണ്ട് വരില്ല, അതൊന്ന് ഒരു ഇച്ചിരി ഡിഫിക്കൽട്ടായിരുന്നു. പിന്നെ അപ്പോഴത്തേനും അടുത്ത ആൾക്കാരോട് പറഞ്ഞപ്പോഴത്തേനും അവർ എവിടെ നിന്ന് കിട്ടിയ ഫ്രൂട്ടിയുടെ സ്ട്രോ ഇല്ലേ അതുകൊണ്ട് തന്നു. അത് വെച്ച് നമ്മളത് റിപ്ലേസ് ചെയ്ത് പിന്നെ ആംബുലൻസ് വന്നപ്പോഴത്തേനും സാർ തന്നെ കൂടെ പോയി, കാരണം അത് സ്റ്റെബിലൈസ് ചെയ്ത് പിടിക്കണമല്ലോ. പക്ഷേ അതിന് ഒരുപാട് സഹകരിച്ചത് പോലീസുകാരാണ്. പോലീസുകാർ പറഞ്ഞത് ജീവൻ നിലനിർത്താൻ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക, ബാക്കി നമുക്ക് നോക്കാം. അപ്പോൾ ഞങ്ങളപ്പോൾ തന്നെ പറഞ്ഞു, പ്രൊസീജിയർ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു ആരും വീഡിയോ എടുക്കരുത്, ഫോട്ടോ എടുക്കരുത്, ജസ്റ്റ് ഫ്ലാഷ് ലൈറ്റ് മാത്രം ഓണാക്കി തരിക, നമുക്ക് ലൈവ് സോഴ്സ് വേണം. അപ്പോൾ പോലീസുകാരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ അതിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. കൂടെ നിന്ന ഉദയംപേരൂർ പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർ, നാട്ടുകാർ മൊബൈൽ ഫോൺ തെളിച്ചും ഒപ്പം തന്നെ ബ്ലേഡൊക്കെ വാങ്ങിക്കൊടുത്ത് ഒപ്പം നിന്ന നാട്ടുകാർ, അങ്ങനെ എല്ലാവരും ചേർന്നപ്പോൾ ഒരു ജീവൻ അത് രക്ഷിക്കാനായി എന്നുള്ളതാണ്.